ജീവിതത്തിൽ ചെയ്യാവുന്ന ഏറ്റവും വലിയ മലയാളത്തിന്റെ സ്വന്തം താരമാണ് മഞ്ജു വാര്യർ. കലോത്സവ വേദിയായിരുന്നു മഞ്ജുവിനെ സിനിമയിലേക്ക് എത്തിച്ചത്. കുട്ടിക്കാലത്ത് തന്നെ നൃത്ത പഠനവുമായി സജീവമായിരുന്നു നടി. സിനിമ വിട്ടാലും നൃത്തം ഒപ്പമുണ്ടായിരുന്നു എന്നായിരുന്നു അച്ഛൻ മകളോട് പറഞ്ഞത്. ഇടക്കാലത്ത് സിനിമയിൽ നിന്നും മാറി നിന്നപ്പോൾ തിരിച്ചുവരവിന് കാരണമായതും നൃത്തം തന്നെയാണ്. ഗുരുവായൂരിലെ നൃത്തം കാണാൻ സിനിമാ ലോകത്തുള്ളവരും എത്തിയിരുന്നു. രണ്ടാം വരവിൽ മികച്ച സ്വീകാര്യതയും പിന്തുണയുമാണ് മഞ്ജുവിന് ആരാധകർ നൽകിയത്. വ്യക്തിജീവിതത്തിലെ അപ്രതീക്ഷിത പ്രതിസന്ധികളിൽ ശക്തമായ സപ്പോർട്ടായിരുന്നു ആരാധകർ നൽകിയത്. വിവാഹമോചനത്തെക്കുറിച്ചും മകളെക്കുറിച്ചുമുള്ള ചർച്ചകൾ നടക്കുമ്പോഴും മഞ്ജു മൗനം പാലിക്കുകയായിരുന്നു. മഞ്ജുവുമായി പ്രണയത്തിലായിരുന്നുവെന്നും ചിലരുടെ ഇടപെടലിലൂടെയാണ് കാര്യങ്ങളെല്ലാം മാറിമറിഞ്ഞതെന്നും ആരോപിച്ച് സംവിധായകൻ എത്തിയത് വാർത്തയായിരുന്നു. സോഷ്യൽ മീഡിയയിലൂടെയായി മഞ്ജുവിനെക്കുറിച്ച് പോസ്റ്റുകളെല്ലാം വരുന്നുണ്ടായിരുന്നു. എന്നാൽ അതേക്കുറിച്ചൊന്നും തന്നെ താരം ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. വ്യക്തിജീവിതത്തിലെ കാര്യങ്ങളെല്ലാം സ്വകാര്യമായി തന്നെ ഇരിക്കട്ടെ എന്ന നിലപാടുള്ള താരമാണ് മഞ്ജു. അത്തരം ചോദ്യങ്ങൾ കേട്ടാലും പ്രതികരിക്കാറില്ല. ഇത്തവണയും അതേ നിലപാട് തന്നെയാണ് മഞ്ജുവിൻ്റേത്. യാത്രകൾ ഏറെ ഇഷ്ടപ്പെടുന്ന ആളാണ് താരം. വിശേഷങ്ങളെല്ലാം സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവെക്കാറുണ്ട്. യാത്രകളിലാണ് ഞാൻ സന്തോഷം കണ്ടെത്താറുള്ളത് എന്ന ക്യാപ്ഷനോടെയാണ് ചിത്രങ്ങൾ പങ്കുവച്ചിരിക്കുന്നത്. മുടിയിൽ ചില പരീക്ഷണങ്ങൾ നടത്തിയിട്ടുണ്ട് ഇത്തവണ. അതിൻ്റെ മാറ്റങ്ങൾ കാണാനുണ്ടായിരുന്നു എന്നും ആരാധകർ പറയുന്നു. ഇതിനകം തന്നെ ചിത്രങ്ങൾ വൈറലായി കഴിഞ്ഞിട്ടുണ്ട്. ജീവിതം ആസ്വദിക്കാനുള്ളതാണ് മനോഹരം. ജീവിതത്തിൽ യാത്രകളിലൂടെ സന്തോഷം കണ്ടെത്തുന്ന ചേച്ചി. നിങ്ങളുടെ ഫോട്ടോഗ്രാഫറും സ്റ്റൈലിസ്റ്റും നന്നായി വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നുവെന്നാണ് കമൻറ്റുകൾ. സാക്ഷ്യം എന്ന സിനിമയിലൂടെയായിരുന്നു മഞ്ജു അഭിനയിച്ചു തുടങ്ങിയത്. സല്ലാപത്തിലൂടെയായിരുന്നു നായികയായത്. ആദ്യ ചിത്രം ശ്രദ്ധേയമായതോടെ നിരവധി അവസരങ്ങളാണ് മഞ്ജുയെ തേടി വന്നത്. സിനിമയിൽ അഭിനയിച്ചു തുടങ്ങിയ കാലത്ത് തന്നെ തമിഴിൽ നിന്നുള്ള അവസരങ്ങളും മഞ്ജുവിനെ തേടി എത്തിയിരുന്നു. അടുത്തിടെയായിരുന്നു തമിഴിൽ സാന്നിധ്യം അറിയിച്ചത്. അജിത്തിനൊപ്പം അഭിനയിച്ചപ്പോഴായിരുന്നു ബൈക്ക് റൈഡിനെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കിയത്. അദ്ദേഹം നല്ലൊരു റൈഡറാണ്. അങ്ങനെയാണ് ഒപ്പം കൂട്ടി യാത്ര തുടങ്ങിയത്. ആ വിശേഷങ്ങളും മഞ്ജു പങ്കുവച്ചിട്ടുണ്ട്. സുഹൃത്തുക്കളോടൊപ്പമുള്ള യാത്രകൾ എന്നും രസകരമാണ്. സന്തോഷത്തോടെയാണ് എപ്പോഴും യാത്രകൾ പോവാറുള്ളത്. വീണ്ടും മുന്നേറാനുള്ള പ്രചോദനം നൽകുന്നതും യാത്രകളാണെന്നും മഞ്ജു പറഞ്ഞിരുന്നു.